ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഒരുപാട് ദിവസമായി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലുമുണ്ട് ആവശ്യമില്ലാത്തതായ ഓരോരോ അസുഖങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും മരുന്നിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പം ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട അസുഖമാണത്. അത് നമ്മുടെ ശരീരത്തിൽ പടർന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ പറ്റാവുന്ന ഒരു അസുഖമാണ് എങ്കിലും അത് റിവേഴ്സ് വരാൻ വളരെയധികം താമസമാണ്. അങ്ങനെയുള്ള ഒരു അസുഖമാണ് അത്. ഫുഡിൽ നിന്നും മരുന്നിൽ നിന്നും മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ആയതുകൊണ്ട് നമ്മൾ ഫാറ്റി ലിവർ വരാതെ സൂക്ഷിക്കണം. വറുത്തതും പൊരിച്ചതുമായ എല്ലാ ആഹാരപദാർത്ഥങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ബിരിയാണി അങ്ങനെയുള്ള വസ്തുക്കളൊന്നും തന്നെ കഴിക്കാതിരിക്കുക. ചിക്കൻ കറി കഴിക്കാം, പക്ഷേ ചിക്കൻ കറിയായിട്ട് വെച്ചത് മാത്രം കഴിക്കുക. ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ ദൈവത്തെ ഓർത്ത് ആരും തന്നെ കഴിക്കരുത്. എൻ്റെ വ്യൂവേഴ്സിനോട് പ്രത്യേകം ഞാൻ പറയുകയാണ്. കാരണം ഒരു ഫാറ്റി ലിവറിന് അഡിക്റ്റായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ഫാറ്റി ലിവർ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പഴംപൊരി അങ്ങനെയുള്ള യാതൊരു വസ്തുക്കളും കഴിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇത്രയും എല്ലാം ഡേഞ്ചറായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആയതുകൊണ്ട് സുഹൃത്തുക്കളെ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നല്ലവരായ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിലെ ഷുഗറിൻ്റെ കുറവ് കുറയ്ക്കുക. അതായത് ഉപ്പിൻ്റെ അളവ് വളരെയധികം മിതപ്പെടുത്തി കഴിക്കുക. അതുപോലെ തന്നെ ഫാറ്റ് വരുന്നതായ അസംസ്കൃതമായിട്ടുള്ള ബർഗർ, പപ്സ്, അതുപോലെ എണ്ണയിൽ പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾ തീർത്തും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾക്കെല്ലാം വല്ലാത്ത വേദനയും നീരും ചൊറിച്ചിലും അങ്ങനെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം വരാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കണം, പഴവർഗ്ഗങ്ങൾ കഴിക്കണം. പിന്നെ അത്താഴം സമയം ഭക്ഷണം കഴിക്കരുത്. ചോറ്, അന്നജത്തിൽ നിന്നാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. കാർബോഹൈഡ്രേറ്റ് ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് ചോറ് വലിച്ചു വാരി കഴിക്കരുത്. നമ്മൾ ചപ്പാത്തി കഴിക്കാം, ഓട്സ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. ഞാൻ വളരെയധികം കുറച്ചെല്ലാം കുറഞ്ഞതായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അറിയാൻ സാധിച്ചത് ഇത്തിരി കൂടുതലാണ് എന്ന്. അത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ അറിവ് പകർന്നു തന്നത്. ഓക്കെ ഗൈസ്, എല്ലാവരും ഇത് കണ്ടിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ കേൾക്കുമെന്ന് എനിക്കുള്ള വിശ്വാസത്തോടെയും എൻ്റെ ഇതിനെ ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കേ, ഹാപ്പി ക്രിസ്മസ്.